ലോക ജനസംഖ്യ ദിനം പ്രതി വർദ്ധിക്കുന്നു. അനവധി ജനനങ്ങളും മരണങ്ങളും ഓരോ മണിക്കൂറിലും സംഭവിക്കുന്നു. എന്നാൽ ശാരീരിക ജനനം മാത്രമല്ല, രണ്ടാമതും ജനിക്കാനും കഴിയും. ബൈബിളിലെ യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 13 വരെ അനുസരിച്ച് ഒരു യഹൂദ നേതാവായ നിക്കോദിമോസ് യേശുവിനെ സന്ദർശിച്ചപ്പോൾ യേശു അദ്ദേഹത്തിനോട് നീ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞതിന്റെ ആവശ്യകത വിശദീകരിച്ചു. ഈ പുതുജനം ആത്മീകമായ ഒരു പരിവർത്തനമാണ്. ഇത് വിശ്വാസത്തിലൂടെയും ദൈവത്തോടുള്ള അടുക്കലിലൂടെയും സാധ്യമാണ്. നമുക്ക് ഇന്ന് ആ ഭാഗങ്ങൾ വായിക്കാം. യോഹന്നാൻ 3:1 മുതൽ 13 വരെ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബീ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം വീണ്ടും ജനിക്കുന്നതെങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അതെവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും നീ അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലാതാനും. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. പ്രിയരെ, നിക്കോദിമോസിനോട് യേശു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നീ വീണ്ടും ജനിക്കണം. നിക്കോദിമോസുമായുള്ള ഈ സംഭാഷണത്തിൽ രണ്ടാമതും ജനിക്കുന്നത് അനുഭവിപ്പാൻ നിങ്ങൾക്ക് ആവശ്യമായ ഘട്ടങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ഘട്ടം ഒരു പ്രസ്താവനയാണ്. യേശു വീണ്ടും ജനിക്കേണ്ടതിനെ കുറിച്ച് നിക്കോദിമോസിനോട് പറഞ്ഞു. നിക്കോദിമോസ് യഹൂദ പ്രമാണിയായ ഒരു പണ്ഡിതൻ യേശുവിന്റെ അടുക്കൽ വന്ന് അവനെ ദൈവത്തിൽ നിന്ന് വന്ന ഉപദേഷ്ടാവായി അംഗീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന ഒരു ഉപദേഷ്ടാവാണെന്ന് ഞങ്ങൾ അറിയുന്നു. കൂടാതെ യേശു ദൈവത്തോടൊപ്പം ഉള്ളവനാണെന്നും അത്ഭുതങ്ങൾ ചെയ്തവനാണെന്നും അവൻ സമ്മതിച്ചു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അവനെക്കുറിച്ചുള്ള സുവിശേഷ രേഖകൾ ഇത് അടിവരയിടുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഇതാണ് ആദ്യ ഘട്ടം. യേശു ഒരു സാധാരണ ഗുരുവല്ല, ദൈവത്തിൽ നിന്ന് വന്ന അസാധാരണ വ്യക്തിയാണ്. രണ്ടാമത്തെ ഘട്ടം ഒരു മാർഗനിർദ്ദേശമാണ്. യേശു നിക്കോദിമോസിനോട് പുതിയൊരു ജനനം അനിവാര്യമാണെന്ന് ഉറ്റുനോക്കി പറഞ്ഞു. പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ഈ പ്രസ്താവന എല്ലായ്പ്പോഴും ബാധകമാണ്. യേശു നിക്കോദിമോസിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് അവനെ അഭിസംബോധന ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും ജനിക്കാതെ എന്ന് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഏതൊരു മനുഷ്യനെയും സൂചിപ്പിക്കുന്നു. നമുക്കുള്ള ഒരു സന്ദേശം ഇതാ. യഹൂദന്മാരുടെ പ്രമാണിയായ യഹൂദനോട് യേശു പറഞ്ഞു, വീണ്ടും ജനിക്കണം. അത് അവന് ആവശ്യമായിരുന്നുവെങ്കിൽ എനിക്ക് അത് ആവശ്യമാണെന്ന് ഞാനും സമ്മതിക്കുന്നു. അവൻ ഉടനെ ഇതെങ്ങനെ സാധ്യമാകും എന്ന ചോദ്യം ഉന്നയിച്ചു. വൃദ്ധർക്ക് രണ്ടാമത് ജനിപ്പാൻ കഴിയുമോ? എങ്ങനെയാണ് ഈ പ്രക്രിയ പൂർത്തീകരിക്കുന്നത്? നിക്കോദിമോസിന് അത് അമ്പരപ്പിക്കുന്നതായിരുന്നു. ഒരുപക്ഷെ നിങ്ങളെയും ഇത് അമ്പരപ്പിക്കുന്നുണ്ടാകാം. അവൻ നിക്കോദിമോസിനോട് പറഞ്ഞു, ഒരു മനുഷ്യൻ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. കാരണം ജഡത്തെയാണ് ഉൽപ്പാദിപ്പിക്കുക, എന്നാൽ ആത്മാവ് ആത്മാവിനെ. അതിനാൽ മനുഷ്യർ ആത്മീയമായി പുതുതായി ജനിക്കേണ്ടതുണ്ട്. വളരെ ആഴമേറിയതും അഗാധവുമായ ഒരു സത്യം യേശു ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതിതാണ്,
നിങ്ങളും ഞാനും ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും സൃഷ്ടികളാണ്. നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാണ്. യേശു പറഞ്ഞു, നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ അത്ഭുതപ്പെടരുത്. നിങ്ങൾക്ക് രണ്ടാമതും ജനിക്കാം. ഈ ആത്മീയ ജനനം യേശുവിൻ്റെ സന്ദേശത്തിൻ്റെ കേന്ദ്രഭാഗമാണ്. എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു അവശ്യ ഉപദേശം. പ്രിയരെ, മൂന്നാം ഘട്ടം ഉപസംഹാരമാണ്. യേശു വളരെ രസകരമായ ഒരു ദൃഷ്ടാന്തം, കാറ്റിൻ്റെ ദൃഷ്ടാന്തം ഉപയോഗിച്ച് ആത്മാവിൻ്റെ പ്രവർത്തനത്തെ വിശദീകരിച്ചു. കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുപോലെ ആത്മാവിനാൽ ജനിച്ചവൻ്റെ ജീവിതവും നിഗൂഢമാണ്. നിക്കോദിമോസ് ഇതിനെക്കുറിച്ച് സംശയിച്ചപ്പോൾ യേശു ഭൗതികവും സ്വർഗീയവുമായി ബന്ധപ്പെട്ടൊരു കാര്യം വിശദീകരിച്ചു. ഭൗതിക കാര്യങ്ങൾ സ്വർഗീയതയിലേക്കുള്ള വഴികളാണെന്നും വിശ്വാസം ആവശ്യമാണ് എന്നതും അവൻ വ്യക്തമാക്കി. നിക്കോദിമോസ് യേശുവിൻ്റെ സാക്ഷ്യം സ്വീകരിക്കാൻ തയ്യാറാകാത്തതിൻ്റെ കാരണം വിശ്വാസത്തിലേക്കുള്ള ഇച്ഛാശക്തിയുടെ അഭാവമാണ്. ആത്മാവിൽ ജനിക്കാൻ യേശു ദൈവത്തിൽ നിന്നുള്ളവൻ എന്ന് സമ്മതിക്കുകയും അവൻ്റെ നിർദ്ദേശം വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം. നമ്മുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത യേശു പറയുന്നു. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ അവന് വിട്ടുകൊടുക്കണം. അവനോട് വാദിപ്പാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അവനറിയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും അവനിൽ വിശ്വസിക്കാത്തത്? അതേ പ്രിയരെ, വീണ്ടും ജനനം അനിവാര്യമായ ഒരു വിഷയമാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച മനോഹരമായ വചനത്തിനായി സ്തോത്രം. ഈ വചനപ്രകാരം വീണ്ടും ജനിച്ച് ദൈവമക്കളായി ജീവിച്ച് അവിടുത്തെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരെല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. സമ്പൂർണ്ണമായി താഴ്ത്തി പരമേൽപ്പിക്കുന്നു. മഹത്വം മുഴുവനും അങ്ങേക്ക്, യേശു കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ.